പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഇടയാക്കിയത് ഇന്നലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗം തന്നെയാണ്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാർ പതാക ഉയർത്തിക്കൊണ്ട് രാഷ്ട്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ സാധാരണഗതിയിൽ നടത്താറുള്ളതാണ്. ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര നായകരെയൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് എതിരായി പ്രവർത്തിച്ച ആളുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടത്തിയ പ്രസംഗം തീർത്തും നിരാശാജനകം എന്ന് മാത്രമല്ല, ഇതുവരെ നാം നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കാനുള്ള, അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള സന്ദേശമാണ് ആ പ്രസംഗം ജനങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അതൊരു മുന്നറിയിപ്പായി കരുതണം എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാ ഗാന്ധിക്ക് മുന്നേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർ തന്നെ മുൻകൈയെടുത്താണ്. ആനി ബസൻ്റ് അടക്കമുള്ള വലിയൊരു നിര തന്നെ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒട്ടനേകം ആളുകളുടെ ജീവൻ ത്യജിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പ്രാപ്തമായത് എന്ന് നമ്മൾ വിസ്മരിക്കാൻ വേണ്ടി പാടില്ല. പല കാരണങ്ങളാൽ വിഭജനത്തെ പ്രോത്സാഹിപ്പിച്ച, വിഭജനത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ഈ ജനതയെ ചേർത്ത് പിടിക്കാനല്ല, വീണ്ടും വിഭജനത്തിൻ്റെ പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനാണ് ഐക്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം മുന്നോട്ട് പോയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വർഗീയപരമായ വിഭജനത്തിലൂടെ ഇന്ത്യയെ വീണ്ടും ശിഥിലമാക്കാനുള്ള വലിയൊരു പരിശ്രമത്തിലാണ് ഹിന്ദു വർഗീയ ശക്തികൾ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഭാഗമായി ആ ശക്തികൾക്ക് വളമേകുന്ന രീതിയിലുള്ള പ്രസംഗമാണ് ശരിയായ അർത്ഥത്തിൽ പ്രധാനമന്ത്രി നടത്തിയത്. ഈ പ്രസംഗം ഇന്ത്യക്ക് ഒട്ടേറെ ദോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പരമാധികാരം തന്നെ വെല്ലുവിളിക്കപ്പെടുന്ന രീതിയിലേക്ക്, ഇന്ത്യയുടെ ഐക്യം തന്നെ ശിഥിലമാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം കൂടിയായി തീരും എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന ശക്തികൾ രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. പലരും പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഗൗരവം എല്ലാവരും ഉൾക്കൊണ്ടോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി വയ്യ. കാരണം ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിൽ വോട്ടർമാരുടെ പേര് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് 67 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയതായി നമ്മൾ മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിഷ്പക്ഷ സ്ഥാപനം എന്നുള്ള രീതിയിൽ
ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉള്ള ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ ഇതുവരെ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തീവ്ര വർഗീയ ശക്തികളുടെ കയ്യിൽ കളിപ്പാവയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയും ഭരണകൂടം എന്താണോ പറയുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ അത് നടത്തി കൊടുക്കാനുള്ള ഉപകരണം മാത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളും മാറിത്തീരുന്ന ഏറ്റവും ഗൗരവതരമായ അവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ടതായി തീർന്നിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ കഴിയേണ്ടതായിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ മതേതര ശക്തികളും ഒറ്റക്കെട്ടായി ഇപ്പോൾ ഭരണത്തിലുള്ള കക്ഷിയുടെ ഈ ജനാധിപത്യ വിരുദ്ധ നടപടികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങണം. അതിനായി പറ്റാവുന്ന എല്ലാ വേദിയും ഉപയോഗപ്പെടുത്തണം. എല്ലാത്തരം ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനായി പോരാട്ടത്തിന് മുന്നിട്ട് ഇറങ്ങേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും അതിനായിട്ട് തയ്യാറാവണം. ജാഗ്രതയോടെ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.